ഒരു പതിറ്റാണ്ടിനു ശേഷം വലിയ മാറ്റങ്ങളുടെ സൂചനകളുമായി എത്തിയ വി.ഡി. സതീശൻ സർക്കാർ 100 ദിവസം പൂർത്തിയാക്കുന്നു. എന്താണ് മാറ്റങ്ങൾ? എന്താണ് പ്രതീക്ഷകൾ? എല്ലാം പുരോഗതി ഉണ്ടാകും, ഒരുപാട് മാറ്റം കേരളത്തിലുണ്ടാകും. അതിനുവേണ്ടി പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. പുതുയുഗ കേരളം പുതുചരിത്രം എന്നാണ് പുതിയ സർക്കാരിന്റെ മുദ്രാവാക്യം. സത്യപ്രതിജ്ഞ മുതൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളും വിവാദങ്ങളും നിറഞ്ഞു നിന്ന 100 ദിവസങ്ങളാണ് കടന്നുപോയത്. 100 ദിന കർമ്മ പദ്ധതികളോടെയാണ് സർക്കാരിന്റെ തുടക്കം. ജൂലൈ മുതൽ ഒക്ടോബർ 9 വരെയുള്ള 1688 പദ്ധതികൾ. ഇതുവരെ 547 പദ്ധതികൾ പൂർത്തിയാക്കി. ഇനി ബാക്കി 40 ദിവസങ്ങൾ. സർക്കാരിന്റെ ആദ്യ 100 ദിവസത്തേക്കായി 541 പദ്ധതികളായിരുന്നു പ്രഖ്യാപിച്ചത്. ഓരോ 20 ദിവസത്തിലും പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തും. ഒടുവിൽ 50 വകുപ്പുകളിലായി 602 പദ്ധതികളും 1550 പദ്ധതി ഘടകങ്ങളുമാണ് പട്ടികയിലുള്ളത്. എന്തൊക്കെയായിരുന്നു കയ്യടി നേടിയ പ്രഖ്യാപനങ്ങൾ? നോക്കാം. പ്രിയദർശിനി പദ്ധതി എന്ന പേരിൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കിയ തീരുമാനമാണ് വി.ഡി. സതീശൻ സർക്കാരിന് കയ്യടി നേടിയ പ്രഖ്യാപനങ്ങളിൽ പ്രധാനം. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചത് സർക്കാരിന്റെ മറ്റൊരു പ്രധാന ക്ഷേമ നടപടിയായി മാറി. സംസ്ഥാനത്ത് പ്രത്യേക വയോജന വകുപ്പ് രൂപീകരിക്കാനുള്ള തീരുമാനവും ഉചിതമായി. മറ്റൊരു ജനപ്രിയ നടപടിയാണ് ഓപ്പറേഷൻ തൂഫാൻ. സംസ്ഥാനത്തെ ലഹരി മാഫിയയുടെ വേരറക്കുക എന്നതാണ് ലക്ഷ്യം. സംസ്ഥാനത്ത് ഇതുവരെ 10,000-ൽ അധികം പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കേസുകളുടെ എണ്ണം 9,000. 1000 കിലോയിലധികം കഞ്ചാവും 8 കിലോയിലധികം MDMA-യും പിടിച്ചെടുത്തു. സാമ്പത്തിക മാറ്റത്തിന്റെ സൂചന നൽകിയതായിരുന്നു ആദ്യ ബജറ്റ്. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കിയായിരുന്നു വി.ഡി. സതീശൻ ഭരണം ആരംഭിച്ചത്. ആദ്യ ബജറ്റിൽ സാമ്പത്തിക അച്ചടക്കത്തിനും സ്വകാര്യ മേഖലയ്ക്കും കൂടുതൽ പ്രാധാന്യം നൽകി. എന്നാൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള നിർദ്ദേശം വിവാദമായി. കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും എതിർപ്പുയർന്നു. ധാതുമണൽ ഖനനത്തിൽ സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കാനുള്ള നിർദ്ദേശവും വലിയ രാഷ്ട്രീയ വിവാദമായി. ഇനി ഈ സർക്കാരിന്റെ നെഗറ്റീവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുവെ നിലപാടുകളുടെ യു-ടേൺ സർക്കാർ എന്ന ആക്ഷേപം കേൾക്കേണ്ടി വന്നു. അതിലൊന്നാണ് സംസ്ഥാനത്ത് RSS അജണ്ട നടപ്പാക്കുന്നു എന്ന ആരോപണം. കഴിഞ്ഞ 3 മാസത്തിനിടെ ഉയർന്ന ഏറ്റവും പ്രധാനമായ രാഷ്ട്രീയ ആരോപണമാണത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം ആലപിച്ചതു മുതൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി പുറത്തിറങ്ങിയ വന്ദേമാതരം ഉത്തരവ് വരെ ഇതിൽ ഉൾപ്പെടുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ ആശയങ്ങൾക്ക് ഇടം കൊടുത്തു എന്നതാണ് മറ്റൊരു ആക്ഷേപം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടത്തിയ ക്വിസിൽ വി.ഡി. സവർക്കറെ കുറിച്ചുള്ള ചോദ്യം ഉൾപ്പെട്ടതും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു. PM ശ്രീ പദ്ധതി നടപ്പാക്കേണ്ടി വരും എന്ന നിലപാട് UDF സർക്കാരിന്റെ യു-ടേണായി വിലയിരുത്തപ്പെട്ടു. കാലവർഷ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസ പ്രവർത്തനത്തിലും സർക്കാർ തലത്തിൽ പാളിച്ചയുണ്ടായെന്നും പരാതി ഉയർന്നു. പ്രതിപക്ഷ നേതാവായിരുന്ന കാലം മുതൽ വി.ഡി. സതീശനെ ആരോപണ നിഴലിൽ നിർത്തിയതാണ് പുനർജനി പദ്ധതി. എന്നാൽ വിജിലൻസ് അന്വേഷണത്തിൽ ക്ലീൻ ചിറ്റ് പ്രഖ്യാപിച്ചതും വിവാദങ്ങൾക്ക് വഴിവെച്ചു. ആക്ഷേപങ്ങൾ ഇനിയുമുണ്ട്. വയനാട് പുനരധിവാസം, ബന്ധുനിയമനം, പവർ കട്ട്, ഹെലികോപ്റ്റർ യാത്ര തുടങ്ങിയവ. 100 ദിവസം ചെറിയ കാലയളവാണ്. പക്ഷേ ഒരു സർക്കാരിന്റെ ദിശയെ നിർണയിക്കുന്ന സുപ്രധാന ദിവസങ്ങളാണ് കടന്നുപോയത്. തിരുത്താനും മുന്നേറാനും മനസ്സുണ്ടോ എന്നാണ് ചോദ്യം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്.